നമ്മ തോട്ടപ്പള്ളി ഒരു സമരപ്പന്തലിൽ കിടന്നത്. ഇവിടെ കട്ടിലൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കരണ്ടും ഉണ്ട്. അപ്പം നമ്മ സൈക്കിളും കൂടിയാണ്. നമ്മതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കുക്കമ്പറും ക്യാരറ്റും അതുപോലെ തന്നെ പഴം, പിന്നെ ബ്രെഡ്, പിന്നെ ചിലപ്പോൾ ചായ വെക്കൂട്ട. അതെ, അപ്പോൾ നാരങ്ങ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ഇടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇത് നമുക്ക് സൈക്കിൾ ഓടുമ്പോൾ ഒരു എനർജിക്ക് വേണ്ടി ഉണ്ടാക്കണമെന്ന്. ഇടയ്ക്ക് ഓരോന്നിടത്ത് വായിലിട്ടാൽ മതി. ഇത് ചേട്ടന്മാർ വഞ്ചി വലിക്കാൻ പോകുമ്പോൾ കഴിക്കാണ്ടിട്ടുണ്ട്, ക്ഷീണിക്കാണ്ടിരിക്കാൻ. അപ്പം ഇത് വേണ്ട, അടിപൊളിയായി സെറ്റ്. ഓരോന്നിടത്ത് കണ്ട് വായിലിട്ട പവറായിട്ടിരിക്കാം. അപ്പം നമ്മൾ തോട്ടപ്പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പോണേന്. ഞാനാണ് പോണത്. ഒരു 64-65 കിലോമീറ്ററോളം ഉണ്ട് കൊല്ലത്തേക്ക്. ഇന്ന് എത്താൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും യാത്രപ്പോൾ തുടങ്ങണേണ്. എല്ലാവരും ഇപ്പം സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്നായിരുന്നു. നമ്മ എപ്പോഴും ബീച്ച് റോഡ് വഴിയാണ് പിടിക്കണത്. ഇവിടെ ആകുമ്പോൾ കുറച്ച് തണലും ഉണ്ടാവും, തിരക്കും കുറവായിരിക്കും. ഹൈവേ പിടിച്ച് കഴിഞ്ഞാൽ നമ്മ വെയിലും ഭയങ്കര കൂടുതലായിരിക്കും, നമ്മ വേഗം അവശത ചെയ്യും. അപ്പോൾ അതാണ് നമ്മ ഇങ്ങനെ ബീച്ച് റോഡ് വഴി പിടിച്ചാണ് പോകുന്നത്. ഹൈവേ പിടിച്ച് കഴിഞ്ഞാൽ വേഗം എത്തും, പക്ഷേ നമുക്ക് ഇങ്ങനെ വെയിലും ആകെ തിരക്കൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം അവശത ചെയ്യും. അതാണ് നമ്മ ഇങ്ങനെ തണൽ പിടിച്ച് ബീച്ച് റോഡ് പിടിക്കണം. അപ്പം നമ്മൾ അതേ ബീച്ച് സൈഡിൽ കൂടിയാണ് പോണത്. നല്ല ദിവസമാണ് കേട്ടോ, നല്ല കാറ്റൊക്കെ സുഖമാണ്. അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ബീച്ച് സൈഡിൽ കൂടിയാണ്. വൈകാണ്ട് എന്തായാലും കൊല്ലത്തെത്തോട്ടാ. നമ്മ ഇപ്പം ആറാട്ടുപുഴ ബീച്ച് റൂട്ടാണ്. കൊല്ലത്തേക്ക് ഇനി ഒരു 10-60 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെള്ളം ഇവിടെ ഉണ്ട്. അപ്പം നമ്മ വല്ലഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ആലപ്പുഴ ജില്ലയിൽ വല്ലഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയതാണ്. നല്ല സ്ഥലം കണ്ടപ്പം. അപ്പം ആ വല്ലഴീക്കൽ എത്തി നമ്മ. അപ്പം ഇനി നേരെ കൊല്ലം പിടിക്കണം. വല്ലഴീക്കൽ ലൈറ്റ് ഹൗസ് ഉണ്ട് അവിടെ. അപ്പം ആ വല്ലഴീക്കൽ പാലത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് നമ്മ. ഇതൊക്കെ ഭയങ്കര ടഫായിരുന്നു കേട്ടോ കയറാനൊക്കെ. കുഴപ്പമില്ല, എന്നാലും ഉന്തിത്തല്ലെങ്കിലും കയറ്റി. ഒന്ന് കാണാം നമുക്ക്. അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ. നിങ്ങൾ ചിലപ്പോൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ പാലം. ഈ പാലത്തിൻ്റെ ഒരറ്റത്ത് ആലപ്പുഴയും മറ്ററ്റത്ത് കൊല്ലവുമാണ്. അതാണ് ആലപ്പുഴ, അവിടെ നിന്നാണ് വന്നത്. ഇതങ്ങോട്ട് കൊല്ലം. സെറ്റാണ് കേട്ടോ, അടിപൊളി. വൈകുന്നേരമൊക്കെ അടിപൊളി ആയിക്കോട്ടെ ഇവിടെ വന്നിരിക്കാൻ. അപ്പോൾ സമയം ഉച്ചയായി. അപ്പോൾ നമ്മളത് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് അരി കഴുകിയെടുക്കുന്നു. അപ്പോൾ ആ കഞ്ഞി തിളച്ചിട്ടുണ്ട് കേട്ടോ, തിളവന്ന്. അപ്പോൾ എന്തായാലും കഞ്ഞി കുടിച്ചിട്ട് കാണാം. അപ്പോൾ ആ ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മത് റെസ്റ്റ് എടുക്കണ്ട. നല്ല അടിപൊളി സ്പോട്ട് കിട്ടിയപ്പോൾ അവിടെ കയറി കിടക്കുന്നു. കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല കാറ്റും. ബീച്ച് സൈഡിൽ തന്നെയാണ്, അവിടെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയം 3:30 ആയപ്പോഴേക്കും നമ്മ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മ കടലിൻ്റെ തൊട്ട് സൈഡിൽ കൂടിയാണ്ടാ പോണ. കണ്ട, ചെറിയ വെയിലുണ്ട്, കുഴപ്പമില്ല. ആലപ്പാട് ഒരു അമ്പലത്തിൻ്റെ അവിടെയാണ് നമ്മൾ ഇത് സ്റ്റേ അടിക്കാൻ പോകണേട്ടാ. അടിപൊളിയാണ് അമ്പലം, സെറ്റ് ചെയ്ത് നേരെ പുഴ ഫ്രണ്ടിൽ. പുറകിലാണെങ്കിൽ കടലും ഉണ്ട് കേട്ടോ. നമ്മുടെ സൈക്കിൾ ഇവിടെയും വെച്ചേക്കണം. ഇത് അവരുടെ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡാണ്. ഇവിടെയാണ് നമ്മൾ കിടക്കാൻ പോണ. ഇതാണ് അപ്പോൾ ഓഡിറ്റോറിയം. നേരെ കാണുന്നത് കടലാണ് കേട്ടോ. കൊള്ളാം, സെറ്റ്. നമ്മളെ അലക്കാനായിട്ട് നമ്മുടെ ബക്കറ്റ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്യാനുണ്ട്. ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ അമ്പലത്തിലുള്ള കമ്മിറ്റിക്കാരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. അലക്കാനും പിന്നെ നമുക്ക് കുളിക്കാനൊക്കെ ഉള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. ഞാനപ്പോൾ അത് ടെൻ്റ് അടിക്കാൻ പോണേ കേട്ടോ.
കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.